പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലെങ്കിലും ഈ ആര്യങ്കാവ് പുളിയറ റോഡ് നമുക്ക് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യും. കാരണം അടുത്തൊരു പച്ചപ്പും പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറേ കടകൾ കാണാൻ പറ്റും. പെട്ടിക്കടകളാണ്. ഈ പെട്ടിക്കടകളെല്ലാം തന്നെ ലോട്ടറി കച്ചവടമാണ് പ്രധാനമായിട്ടും. പക്ഷേ ഇന്നെന്തോ കടകളൊക്കെ അവധിയാണ്. പിന്നെ റോഡിലെ സൈൻ ബോർഡുകളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. തിരക്ക് വളരെ കുറവാണ്. ഞാൻ മുന്നേ വന്നിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ തിരക്ക് വളരെ കുറവാണ്. എന്നാലും വണ്ടികളുണ്ട്. കൂടുതലും പ്രൈവറ്റ് കാറുകളും അങ്ങനെയുള്ള വണ്ടികളുണ്ട്. ബസ്സുകളും ലോറികളും കുറവാണ്. ഈ വലിയ വണ്ടികൾ വരുമ്പോഴാണ് കൂടുതലും ഇവിടെ തിരക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ ഇന്ന് വലിയ വണ്ടികൾ വളരെ കുറവാണ്. അത് നമ്മളെ ഫ്രണ്ടിൽ പോണ ഒരു സിമൻ്റ് എടുക്കാൻ പോണ ലോറി അത് മാത്രമാണ് നമുക്ക് ഫ്രണ്ടിലുള്ളത്. നമ്മൾ വലിയ സ്പീഡിലൊന്നുമല്ല, പതുക്കെയാണ് പോണത്. ഈ കാഴ്ചകളൊക്കെ കണ്ട് എന്താ പറയുക, പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ യാത്രയിൽ ഈ കാണുന്ന പച്ചപ്പും പിന്നെ ഈ അതിൻ്റെ ഇടയിൽ കാണുന്ന കുന്നും മലയൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. നമ്മളെല്ലാം എപ്പോഴും കാണുന്ന കാഴ്ചകളല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേക രസമാണ്. നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് തന്നെ നമുക്ക് അപ്പോഴും ഇങ്ങനെ കണ്ടുണ്ടെങ്കിൽ പോയ വീഡിയോ എടുത്ത് വീട്ടിൽ വന്നിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളിപ്പോൾ ഒരു ഹെയർ പിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സംഭവം ഈ ലോറി ഓവർടേക്ക് ചെയ്യുന്നവർ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഈ നമ്മൾ റോഡിൻ്റെ അവസ്ഥ മോശമാണ്. പിന്നെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് എതിരെ വണ്ടികൾ വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പതുക്കേണ്ട. ഇവിടെ നല്ല കട്ടർ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും മഴവെള്ളത്തിൽ കുറേയൊക്കെ പൊളിഞ്ഞ് പോയിട്ടുണ്ട്. ഈ സിമൻ്റ് എടുക്കാൻ പോണ ലോറിയാണ് നമുക്ക് ഫ്രണ്ടിൽ കാണുന്നത്. പിന്നെ ഈ ഇറക്കം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭയങ്കര ഒരു ഹെയർ പിന്നാണ്. എസ് വളവ്, ഹെയർ പിന്നിലെ എസ് വളവാണ് അവിടെ ഇച്ചിരി നിർത്തി. ചില സമയങ്ങളിൽ ഈ എസ് വളവിലെ ബ്ലോക്ക് മണിക്കൂറുകളോളം നീണ്ടു പോകുന്നുണ്ട് പറയുന്നത്. കാരണം പല പച്ചക്കറി വണ്ടി താഴെ നിന്ന് കയറി വരുന്ന ഇവിടെ നിന്ന് തിരിച്ച് ലോഡ് എടുക്കാൻ പോണ വണ്ടികൾ അങ്ങനെ കണ്ട്. ഇടക്കാലത്ത് ഇവിടെ 16 വീല് ലോറികൾക്കും അതിന് മുകളിലുള്ള വീലുള്ള വണ്ടികൾക്ക് നിരോധനം ഉണ്ടായിരുന്നു. അതായത് ഈ NHൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് എംസാൻഡും ഇതൊക്കെ എംസാൻഡ് എടുക്കാൻ പോണ വണ്ടികളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. ഡെയിലി ആ ഒരു സമയത്ത് തന്നെ 500-600 വണ്ടികൾ ഇങ്ങനെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകണമുണ്ട്. മറ്റ് യാത്രക്കാർക്ക് പൊതുജനങ്ങൾക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതുവഴി വലിയ ലോറികൾക്ക് നിരോധിച്ചായിരുന്നു, യാത്ര നിരോധിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കത് വീണ്ടും ഓപ്പൺ ആയെന്ന് തോന്നുന്നു. നമുക്ക് സ്ഥിരമായിട്ട് അങ്ങനെ നിരോധിക്കാനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ലല്ലോ. ഇടയ്ക്ക് വെച്ച് രാത്രി വിടത്തില്ലായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാൻ വയ്യ. പക്ഷേ ഒരു 6-7 മാസം മുന്നേ ഞാൻ രാത്രി ഒരു വെളുപ്പിന് 1 മണി 2 മണി സമയത്ത് ഇതുവഴി വന്നപ്പോഴത്തേക്ക് ഒരുപാട് ലോറി ഉണ്ടായിരുന്നു കേട്ടോ. ലോറികളുടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കണം. ഈ ലോറിനെ ഓവർടേക്ക് ചെയ്യുന്ന ആയിരിക്കും വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും താഴെ പുളിയറ എത്തിയിട്ട് കയറി പോകാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടല്ല ഇതിലെ നല്ല ലോഡ് വരുന്ന വണ്ടികൾ വരുന്നത്. അപ്പോൾ അവർക്ക് ഒതുക്കി തരാനോ ഒന്നുമുള്ള സൗകര്യം കാണത്തില്ല. അപ്പം നമ്മളത് മുൻകൂട്ടി കണ്ടിറങ്ങി പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ നമുക്ക് റബ്ബർ മരങ്ങൾ നല്ലോണം കാണാൻ പറ്റും കേട്ടോ. എനിക്ക് തോന്നുന്നു ഇനി പഴയ ബ്രിട്ടീഷുകാരുടെ സമയത്ത് വല്ലതൊക്കെ വെച്ചതായിരിക്കും റബ്ബർ. പുതിയ മരങ്ങളും ചെറിയ ചില തൈച്ചെടികളും ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. എന്തായാലും വണ്ടി ഇതിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഇടത് സൈഡ് കാണുന്ന എനിക്കൊന്ന് ഫോറസ്റ്റിൻ്റെ എന്തോ ഓഫീസ് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ആയിരിക്കും, കാരണം കാട്ടും പ്രദേശമാണല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ചെറിയ വിളക്ക് കത്തിപ്പം ചെറിയ അമ്പലങ്ങളും കാണാൻ പറ്റും കേട്ടോ. വലിയ സെറ്റപ്പല്ല, ചെറിയ. അവിടെ ഒരു മരം ഒടിഞ്ഞ് വീണ് റോഡിലോട്ട് കിടപ്പുണ്ട്. അത് വെട്ടി മാറ്റിയിട്ടില്ല, ഒടിഞ്ഞ് റോഡിൽ തന്നെ കിടക്കുകയാണ്. ഇപ്പം മാറ്റുമായിരിക്കും. ഇതൊക്കെ മഴയത്തോ ഇന്നലത്തെ മഴയത്ത് താർ റോഡൊക്കെ നനഞ്ഞിരിപ്പണം. അപ്പോൾ ഇന്നലെ മഴ പെയ്തതായിട്ട് ഉണ്ട്. അപ്പോൾ ആ മഴയത്ത് ഒടിഞ്ഞു വീണതായിരിക്കാം, അല്ലെങ്കിൽ കാറ്റത്തെങ്ങനെ ഒടിഞ്ഞു വീണതായിരിക്കാം. നമ്മൾ താഴോട്ടിറങ്ങി സ്പീഡ് എടുക്കുന്നുണ്ട് വണ്ടി. വലതുവശത്തെ കാഴ്ചയൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഇങ്ങനെ വലതുവശത്ത് ഫുള്ള് തമിഴ്നാടൻ കാഴ്ചകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. റോഡ് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ്. പിന്നെ അത് മാത്രമല്ല തമിഴ്നാടിൻ്റെ വരവ് അറിയിച്ചിട്ടുണ്ട്. ആലുകൾ, നമ്മുടെ അരയാലുകൾ ഇങ്ങനെ റോഡ് സൈഡിൽ നിൽപ്പുണ്ട്. ഇപ്പം കേരളത്തിൽ അരയാൽ നിൽക്കുന്ന റോഡ് സൈഡിലെന്ന് പറഞ്ഞാൽ ഇവിടെ കൊല്ലം ജില്ലയിലോ ഇവിടെ അടുത്തൊന്നുമില്ല. കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലൊന്നുമില്ല. ഇതിപ്പം തമിഴ്നാടിൻ്റെ ഒരു ഇതായിക്കഴിഞ്ഞു. വലതുവശം തമിഴ്നാടും ഇടതുവശം കേരളം അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വലതുവശത്ത് നമുക്ക് തമിഴ്നാടിൻ്റെ
കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയായിട്ട് ചെറിയ ചെറിയ ചായക്കടകളുണ്ട് കേട്ടോ. റോഡ് ചില സ്ഥലങ്ങളിലൊക്കെ മോശമാണ്. എനിക്ക് തോന്നുന്നു താറുകയും അടുത്ത മഴയ്ക്ക് ഒലിച്ചു പോവും, വീണ്ടും താറുകയും ആ ഒരു പരിപാടിയോടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ സിഗ്നലുകളൊന്നും കറക്റ്റല്ല കേട്ടോ. അപ്പോൾ അത് സിഗ്നലുകളെല്ലാം കാട് കയറി ആ കാട് വെട്ടി കളഞ്ഞിട്ടോ ഒന്നുമില്ല. പിന്നെ കുഴപ്പമില്ല. രാത്രി അത്യാവശ്യം, കാരണം വണ്ടിക്കാരുടെ ആവശ്യമാണല്ലോ നോക്കി പോകുക എന്നുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ നോക്കി അങ്ങ് പോവും ആൾക്കാർ. നമ്മളിപ്പോൾ എസ്വളം എത്താറായി. ഇപ്പോൾ എസ്വളം എത്തുന്നതിന് മുന്നേ തന്നെ ഒരു കാറും ഒരു ഇന്നോവ ക്രിസ്റ്റ്യൻ 2-3 പേര് ഇറങ്ങി നിൽപ്പുണ്ട്. തട്ടാമുട്ടലാണ്. ആ വണ്ടിയുടെ ഫ്രണ്ട് ചെറുതായിട്ട് ബമ്പറൊക്കെ പൊട്ടിയിരിപ്പുണ്ട്. ചെറിയ ആക്സിഡൻ്റ് കൊണ്ടാണ്. അപ്പോൾ എസ്വളമാണ് ഇവിടെ. നോക്കി എടുത്തില്ലെന്നുണ്ടെങ്കിൽ പരസ്പരം വന്ന് ഒരഞ്ഞേ പോകത്തുള്ളൂ വണ്ടി. അശ്രദ്ധമായിട്ട് ഉപയോഗിക്കും. അത് ആ ഒരു എത്തിയോസ് കിടക്കുന്നു. എത്തിയോസിൻ്റെ ബാക്ക് ഡോറൊക്കെ കടിച്ചു കുറച്ചണൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആക്സിഡൻ്റ് കേസാണ്. പക്ഷേ ഇവിടെ നല്ല സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, വീതിയൊക്കെ ഉണ്ട്. പക്ഷേ നോക്കി എടുക്കണം. കാരണം വളവിൻ്റെ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് നോക്കി എടുത്ത് പോകണം. നമ്മൾ തമിഴ്നാട്ടോട്ട് കയറിയിരിക്കുകയാണ്. തമിഴ്നാടിൻ്റെ ഒരു പ്രകൃതി ഭംഗിയാണ് നമ്മളീ കാണുന്നത്. സത്യം പറഞ്ഞാൽ കേരളം തമിഴ്നാട് ചേർന്ന് കിടക്കുന്നെങ്കിലും തമിഴ്നാടോട്ട് കയറുമ്പോഴത്തേക്ക് ആ ഒരു പ്രകൃതിയുടെ മാറ്റം തന്നെ ഭയങ്കരമാണ്. കുന്നുകളും സമതലങ്ങളും, ഇപ്പം വയലുകളെല്ലാം നിരന്ന് കിടക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കുന്ന്, ഒരു വല്ലാത്തൊരു കാഴ്ചയാണ്. അപ്പോൾ വലതുവശത്ത് നമുക്ക് ബൈക്കുകൾ ലോറികളാണ് അവിടെ കിടക്കുന്നത്. നമ്മൾ കേരളത്തിലോട്ട് വരാനിട്ടിരിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ പശുവിനൊക്കെ ആട്ടിനൊക്കെ കൈതീറ്റ കൊടുക്കാനായിട്ടുള്ള സാധനമാണ്. പിന്നെ ലോഡുമായിട്ടുള്ള ലോറികൾ അവിടെയൊക്കെ ഒതുക്കിയിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ സ്ഥലത്ത് അവരൊക്കെ ബാത്റൂമിൽ പോകാനോ അങ്ങനെ ആഹാരം കഴിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. പിന്നെ പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കും അവരവിടെ ഒതുക്കി റെസ്റ്റൊക്കെ ചെയ്തിട്ട് പോകണത്. കാരണം ദൂരെ നിന്നൊക്കെ ഓടി വരുന്ന വണ്ടികളായിരിക്കുമല്ലോ. ഈ കാണുന്ന വയലിലകൾ ചെറിയ ഞാറ് നട്ടിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ഞാറ് നട്ടില്ല, ഉഴുതൊക്കെ ഇട്ടേക്കുന്നതാണ്. ചിലത് ഞാറ് നട്ട് ഒരു 10-15 ദിവസത്തിനകത്ത് ഉള്ള ചെറിയ കുരുപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നിരുന്നാലും തന്നെയും നല്ല ചൂടുണ്ടെങ്കിൽ നമ്മളെ കാഴ്ചകൾ ഭയങ്കര തണുത്ത കാഴ്ചകളാണ് കേട്ടോ. നമുക്ക് നല്ല രസമുണ്ട്. ഈ ആകാശം ഇങ്ങനെ എന്താ പറയുക, കടൽ പോലെ അങ്ങനെ കിടക്കുകയാണ് ആകാശവും കടലും. നമുക്ക് എത്ര കണ്ടാലും മതിവരാത്ത ദൂരെ യാത്രകളും. ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ടൂ വീലറിൽ പോകുന്നവർക്കാർക്കും ഹെൽമെറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ അവിടെ ആ ഒരു ചേട്ടൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ പൊതുവെ ടൂ വീലറിൽ യാത്ര ചെയ്യുന്നവർ ഹെൽമെറ്റൊന്നും വെച്ച് കാണുന്നില്ല. അതിനൊക്കെ തന്നെ തമിഴ്നാട് വണ്ടിയുള്ള ഒരു സീറ്റ് ബെൽറ്റും ധരിക്കാറില്ല. പക്ഷേ കേരള വണ്ടി തമിഴ്നാട്ടിൽ കയറുമ്പോഴത്തേക്ക് സീറ്റ് ബെൽറ്റും ധരിക്കണം. പിന്നെ അത് നമ്മുടെ ഒരു ആവശ്യമാണല്ലോ സീറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ. ഈ പെറ്റി മാത്രമല്ലല്ലോ സീറ്റ് ബെൽറ്റിൻ്റെ ഉദ്ദേശം. അവിടെ ഇവിടെയൊക്കെ ലോറികൾ ഒതുക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പതുക്കെ പോകാമെന്ന് വിചാരിച്ചൊക്കെ ആയിരിക്കും. ഈ ഒരു കാഴ്ച ദൂരെ ഇങ്ങനെ മലനിലകൾ. അപ്പോൾ നമുക്ക് തോന്നും നടന്ന് ഓടി കയറാൻ പറ്റുമല്ലോ എന്നൊക്കെ തോന്നുമെങ്കിലും എൻ്റെ അടുത്തെല്ലാം എത്ര വലുതായിരിക്കും ഇത്. അത്യാവശ്യം റോഡിൽ തിരക്കായി തുടങ്ങി. ബൈക്കിൽ 2 ചേട്ടന്മാർ കുറേ കോഴീനെയൊക്കെ വെച്ചുകൊണ്ട് പോകണ കണ്ട. നമ്മൾ ചെറിയൊരു ജംഗ്ഷനിലെത്തി. ഫ്രണ്ടിലൊരു പ്രൈവറ്റ് ബസ്സുണ്ട്. നമ്മൾ ഇതേ ഒരു ഫോണ്ടിൽ പെയിൻറ്റ് ചെയ്തൊരു പേരൊക്കെ എഴുതി പണ്ട് നമുക്ക് കിളിമാനൂർ പാരിപ്പള്ളി ഒരു ബസ്സുണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത്. ബസ് ഇപ്പോഴും ഉണ്ട്, പക്ഷേ ഇപ്പോൾ അത് ഫുള്ള് നീലയാണ്. അതേ ഈ ബസ്സിൻ്റെ പേര് എഴുതിയിരിക്കുന്നത് അതേ ഫോണ്ടിലാണ് ഉണ്ണികൃഷ്ണൻ്റെ പേരും എഴുതിയിരിക്കുന്നത്. എൻ്റെ പേരെന്തെന്ന് ഞാൻ വിട്ടുപോയി, വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. വായിച്ചെടുക്കാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഒരു ചെറിയ ആർച്ചൊക്കെ പിന്നിട്ട് നമ്മളിതാ ഈ വഴി കയറി നമുക്ക് ചെറിയൊരു കട്ടിങ് വഴി അപ്പുറത്ത് എത്താൻ പറ്റും. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ചില സ്ഥലങ്ങളിൽ നല്ല റോഡ്, ചില സ്ഥലങ്ങളിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡ് തന്നെ കേട്ടോ. അവിടെ ആൾക്കാർക്ക് നടന്ന് നിൽക്കാനോ നടന്നു പോകാനോ വണ്ടിയൊക്കെ പോകാനോ ഒന്നും വലിയ ശ്രദ്ധിച്ച് പോകണം. അതിനിടെ കണക്കുള്ളതുകൊണ്ട് വണ്ടി പാർക്കിങ്ങും ഓടാൾക്കൊന്നും മേൽമൂടിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആ ചെറിയ ടൗൺ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു ഗ്രാമത്തിലോട്ട് കയറി. ഗ്രാമം തന്നെ, ഫുള്ള് ഗ്രാമം തന്നെ. പിന്നെ അവിടെ തന്നെ ചെറിയൊരു ടൗണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ചേട്ടന്മാരൊക്കെ സ്കൂട്ടിയിലൊക്കെ പോകുന്നുണ്ട്.
റോഡ് ഭയങ്കര തിരക്കുറവാട്ടോ. റോഡിലൊന്നും വണ്ടികൾ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്നതെന്ന് പറയുമ്പം ഈ മലക്കറി എടുക്കാൻ അങ്ങനെയുള്ള ഗുഡ്സ് വണ്ടിയായിരിക്കും കൂടുതലും വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ തിരക്ക് കാണത്തില്ല. പിന്നെ പ്രായമ ചെയ്ത കുറേ പശുക്കളുമായിട്ട് ഇങ്ങനെ റോഡിൽ കൊണ്ടൊന്നും പോകണ്ട കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സ്പീഡ് ബ്രേക്കറുണ്ട്.